നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻധ്രകരിപ്പൂർ. വിശ്വാസത്തിന്റെ മണ്ണിൽ വിശ്വസ്തയോടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. വിലക്കുറവിന്റെ, ഗുണമേന്മയുടെ, വിശ്വാസതയുടെ നിക്ഷാൻ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, പയ്യന്നൂർ, കാസർഗോഡ്, ചെറുവത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, പഴയങ്ങാടി. ഐഡിയൽ ഡെക്കോ, ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്, പള്ളിക്കുന്ന്, കണ്ണൂർ, 7th മൈൽ ജംഗ്ഷൻ, തളിപ്പുറം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. വിളംബരത്തിലൊതുങ്ങാത്ത വിശ്വസ്തത. ഡ്രീംസ് സാനിറ്ററിവേഴ്സ്, ഡോർസ് ആൻഡ് ലോക്സ്, കുട്ടുകൻ കോംപ്ലക്സ്, നാഷണൽ ഹൈവേ, തളിപ്പറമ്പ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. CPM തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന് കൂറ്റൻ ബഹുജന പ്രകടനത്തോടെ മാവേലിക്കടപ്പുറത്ത് സമാപനം. സമാപന സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് കരിവള്ളൂർ കൊഴുമലിൽ സമുജ്വല തുടക്കം. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ ഏകദിന ഉപവാസം. ഉപവാസ സമാപനം DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം സ്വദേശിയായ യുവാവ് മാട്ടൂലിൽ കടലിൽപ്പെട്ടതായി അഭ്യൂഹം. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്കൂൾ കുട്ടികൾക്ക് നേരെ ബസ് ജീവനക്കാരുടെ ഉപദ്രവം, പലപ്പോഴും അതിരുവിടുന്നതായി ആക്ഷേപം. കുഞ്ഞിമംഗലം ഗോപാല UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മണ്ണും മനുഷ്യനും പരിപാടി ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. CPM തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന് റെഡ് വളണ്ടിയർ മാർച്ച് ഉൾപ്പെടെ കൂറ്റൻ ബഹുജന പ്രകടനത്തോടെ സമാപനം കുറിച്ച് മാവിലാക്കടപ്പുറത്ത് നടന്ന പൊതുസമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസങ്ങളിലായി പടന്ന കടപ്പുറത്തു നടന്ന പ്രതിനിധി സമ്മേളന നഗരിയിൽ നിന്നും ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ നേതാക്കളും വിദ്യാർത്ഥികളും യുവാക്കളും അമ്മമാരും കുടുംബശ്രീ പ്രവർത്തകരും പോഷക സംഘടനാ പ്രവർത്തകരുമടക്കം ആയിരങ്ങൾ അണിനിരന്നു. ബാൻഡ് വാദ്യവും ചലനദൃശ്യങ്ങളും വെടിക്കെട്ടും പ്രകടനത്തിന് കൊഴുപ്പേകി. ചിട്ടയോടെ അടിവെച്ചു നീങ്ങിയ പ്രകടനത്തെ കിലോമീറ്ററുകൾക്കപ്പുറം മാവിലാക്കടപ്പുറത്തൊരുക്കിയ ഗോവിന്ദൻ നഗറിലേക്ക് സ്വാഗതഗാനത്തോടെ എതിരേറ്റു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമ്പന്നരുടെ കൂടെ നിൽക്കുന്നത് ഒരു ഈശ്വരനും പൊറുക്കില്ല എന്ന് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദരിദ്രരുടെ കൂടെ ക്രിസ്തീയ സഭ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിലെ ഒരു എഴുത്തുകാരൻ, ഒരു ബൂർഷ്വാ ജേർണലിസ്റ്റ് പറഞ്ഞത് ഈ മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. ദരിദ്രരുടെ കൂടെ നിൽക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്രകുത്തിയാൽ തനിക്കതിൽ വിഷമമില്ലെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് മതത്തെ പ്രകീർത്തിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളണമെന്നും ഏതു പാർട്ടിയായാലും സാധാരണക്കാരന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ശൈലജ ടീച്ചർ അഭിപ്രായപ്പെട്ടു. സമ്മേളനം വീണ്ടും ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ഡോക്ടർ VPP മുസ്തഫ അധ്യക്ഷത വഹിച്ചു.
1.25 കോടി മലയാളികളുള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരാകാൻ ഉണ്ടായിരുന്നത് 4 ആളുകൾ. ആ 4 ആളുകളിൽ നിന്ന് ഇന്ന് കേരളത്തിന്റെ ജനസംഖ്യ 3.25 കോടി. അതിന്റെ പകുതിയിലേറെ ഈ ചെങ്കൊടിയുടെ കീഴിൽ വർഗവികാരത്തോടുകൂടി നിൽക്കുന്ന അജയ്യ പ്രസ്ഥാനമായിട്ട് ഒറ്റക്കൊറ്റക്കെടുത്താൽ പകരം വെക്കാൻ, താരതമ്യം ചെയ്യാൻ, മത്സരിക്കാൻ മറ്റൊരാളില്ലാത്ത വിധത്തിൽ കേരളത്തിലെ CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ അജയ്യത, അതിന്റെ മുന്നേറ്റം. KP സതീഷ് ചന്ദ്രൻ, MV കോമൻ നമ്പ്യാർ, MV ബാലകൃഷ്ണൻ, M രാജഗോപാലൻ, P ജനാർദ്ദനൻ, K ബാലകൃഷ്ണൻ, CV കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് കരിവള്ളൂർ കൊഴുമലിൽ സമുജ്വല തുടക്കം. ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കൊഴുമൽ പാവൂർ കുഞ്ഞിരാമൻ നഗറിൽ CPM സംസ്ഥാന സെക്രട്ടറി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം നടക്കുന്ന സഖാവ് പാവൂർ കുഞ്ഞിരാമൻ നഗറിൽ ഉയർത്താനുള്ള പതാക പുത്തൂർ സഖാവ് പുന്നക്കോടൻ കുഞ്ഞമ്പു സ്മൃതി മണ്ഡപത്തിൽ നിന്നും T ഗോപാലന്റെ നേതൃത്വത്തിൽ അത്ലറ്റുകൾ റിലേയായി കൊണ്ടുവരികയായിരുന്നു. തലമുതിർന്ന പാർട്ടി അംഗം ഈ കുഞ്ഞമ്പു വൈദ്യർ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. PV കുഞ്ഞപ്പൻ രക്തസാക്ഷി പ്രമേയവും V കുഞ്ഞികൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. GD നായർ, T വിശ്വനാഥൻ, സരിൻ ശശി, KV ലളിത തുടങ്ങിയവരടങ്ങുന്നതായിരുന്നു പ്രസീഡിയം. ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ പോരാട്ടങ്ങളുൾപ്പെടെയുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് പ്രതിരോധിക്കാനുള്ള പോരാട്ടങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കാതെ പറ്റില്ല. കാരണം ഏത് മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളുടെ ചെലവിൽ പരിഹരിക്കാനാണ്, അധ്വാനിക്കുന്ന വർഗത്തിന്റെ ചെലവിൽ പരിഹരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സാമാന്യ മാർക്സിസ്റ്റ് സാമ്പത്തിക നിയമം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു നേതാവിനെ പോലും അവകാശപ്പെടാനില്ലാത്ത പാർട്ടിയാണ് BJP എന്നും അങ്ങനെയൊരു പാർട്ടി മഹാത്മാഗാന്ധിയെയും വല്ലഭായ് പട്ടേലിനെയും പോലുള്ള നേതാക്കളെ സ്വന്തമാക്കുവാനുള്ള അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. മാർക്സിസം കാലാതിവർത്തിയായ ഒന്നാണെന്നും സമൂഹം അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ സെക്രട്ടറി P ജയരാജൻ, TI മധുസൂദനൻ, C കൃഷ്ണൻ, C സത്യപാലൻ, GD നായർ, K നാരായണൻ തുടങ്ങി നിരവധി നേതാക്കൾ സംബന്ധിച്ചു. 150ഓളം പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ബുധനാഴ്ച പേരളം അമ്പലമൈതാനി കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ച്, ബഹുജന പ്രകടനം എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിനു മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിനു മുന്നിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസം പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഈ മനുഷ്യനിൽ നന്മയും തിന്മയും ഒരുപോലെ സമ്മേളിച്ചിരിക്കുകയാണ്. നന്മയെ വളർത്തുകയും തിന്മയെ തളർത്തുകയും ചെയ്യണമെന്ന് മഹാന്മാരായ ആചാര്യന്മാരും നേതാക്കളും ഒക്കെ നമ്മെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പയ്യന്നൂരിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയാണ് ഉപവാസം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് AP നാരായണൻ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം MP ഉണ്ണികൃഷ്ണൻ, പ്രൊഫസർ MJ മേരി, DCC നിർവാഹക സമിതി അംഗം MK രാജൻ, VC നാരായണൻ, ബ്ലോക്ക്, മഹിളാ, ട്രേഡ് യൂണിയൻ, യൂത്ത് കോൺഗ്രസ്, KSU ഭാരവാഹികളും ഉപവാസത്തിൽ പങ്കെടുത്തു. പയ്യന്നൂരിൽ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസം സമാപിച്ചു. ഉപവാസ സമാപനത്തിന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ നിർവഹിച്ചു. നമുക്കറിയാം, ദില്ലിയുടെ പല പ്രദേശങ്ങളിലും ഇതേ രീതിയിൽ വരികയാണ്. ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ട് പോകുന്നു. കണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ല, നമ്മുടെ നാട് അന്യപ്രദേശങ്ങളിലെല്ലാം അറിയപ്പെടുന്നത് ഒരു കൊലപാതക ജില്ല എന്ന നിലയിലാണ്. സാധാരണ ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന നിലപാടാണ് BJPയും CPMും സ്വീകരിക്കുന്നത്. എന്തിനാണ് അക്രമം കാട്ടുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ഇരു പാർട്ടിയുടെയും നേതാക്കൾ പത്രമാധ്യമങ്ങളിൽ മാത്രമാണ് സമാധാനകാംക്ഷികളെന്നും ഉപവാസത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. അക്രമം പയ്യന്നൂരിലെ സമാധാനകാംക്ഷികൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണെന്ന്
ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപവാസം അനുഷ്ഠിച്ചവർക്ക് കെ സുരേന്ദ്രൻ നാരങ്ങാനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു. പയ്യന്നൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. KP കുഞ്ഞിക്കണ്ണൻ, MP മുരളി, MP ഉണ്ണികൃഷ്ണൻ, ഷാഹുൽ ഹമീദ് എന്നിവർ സമാപന യോഗത്തിൽ സംസാരിച്ചു. കണ്ണപുരം സ്വദേശിയായ യുവാവ് മാട്ടൂലിൽ കടലിൽപ്പെട്ടതായി അഭ്യൂഹം. കണ്ണപുരം സ്വദേശി CK യാസിൻ എന്ന യുവാവിനെയാണ് മാട്ടൂൽ സിദ്ദിഖാബാദ് ചാലിൽ കടലിൽ കാണാതായത്. മത്സ്യത്തൊഴിലാളികളും ഫയർഫോഴ്സും കോസ്റ്റൽ ഗാർഡും പഴയങ്ങാടി പോലീസും കടലിൽ തിരച്ചിൽ നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സുഹൃത്തുക്കൾ നടത്തിയ തിരച്ചിലിലാണ് മാട്ടൂൽ സിദ്ദിഖാബാദ് ചാലിൽ കടപ്പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ യാസിറിന്റെ മൊബൈൽ ഫോൺ, പേഴ്സ്, വാച്ച്, ബൈക്ക് എന്നിവ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അർദ്ധരാത്രിയിൽ ഒരാൾ കടലിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി സമീപവാസികൾ മൊഴി നൽകിയത്. തുടർന്ന് പഴയങ്ങാടി പോലീസിൽ വിവരമറിയിക്കുകയും പഴയങ്ങാടി SI അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുകയും ചെയ്തു. രാവിലെയോടെ കോസ്റ്റ് ഗാർഡും പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ് വൻ ജനാവലിയാണ് മാട്ടൂൽ സിദ്ദിഖാബാദ് ചാലിൽ കടപ്പുറത്ത് എത്തിയത്. കല്യാശ്ശേരി മണ്ഡലം MLA TV രാജേഷ്, മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് CH ഖൈറുന്നീസ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ ഗഫൂർ, മാട്ടൂൽ വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലത്തെത്തി തിരച്ചിലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബസ് യാത്രയ്ക്കിടെ സ്കൂൾ വിദ്യാർത്ഥിയെ ബസ് കണ്ടക്ടർ പിടിച്ചു തള്ളിയതായി പരാതി. സംഭവത്തിൽ ബസ്സിലെ കമ്പിയിൽ തലയിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. സ്കൂൾ കുട്ടികൾക്ക് നേരെയുള്ള ബസ് ജീവനക്കാരുടെ ഉപദ്രവം പലപ്പോഴും അതിരുവിടുന്നതായി പരക്കെ ആക്ഷേപമുണ്ട്. തിങ്കളാഴ്ച രാവിലെ പയ്യന്നൂർ മടക്കര റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ സ്കൂളിലേക്ക് വരികയായിരുന്ന സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനിക്കാണ് തലയ്ക്ക് ക്ഷതമേറ്റത്. കണ്ടക്ടർ തള്ളിയതിനെ തുടർന്ന് തല ബസ്സിലെ കമ്പിത്തൂണിലിടിച്ച് കുട്ടി അവശയാവുകയായിരുന്നു. സ്കൂളിലെത്തിയ വിദ്യാർത്ഥിനിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. സ്കൂളിലെ അധ്യാപകർ പ്രാഥമിക ശുശ്രൂഷ നൽകി. രാവിലെ ഒരു സ്കൂളിലേക്ക് വരുമ്പം കണ്ടക്ടർ പിടിച്ച് ഉന്തിയിട്ടാണ് തല കമ്പിക്കടിച്ച് ഇവക്കൊന്നും കഴിയാണ്ടായി. അയാൾ സ്ഥിരം കാലിലെല്ലാം ചോട്ടലുണ്ട്. ഇപ്പോൾ പിന്നെ മാറാനെല്ലാം പറയുമ്പോൾ മാറാൻ പറയലൊന്നുമില്ല, ഒരേ ഉന്തലാന്ന്. കൈ കൊണ്ട് ഇങ്ങനെ ഉന്തും, എപ്പം ചവിട്ടും. എന്നിട്ട് എന്തെങ്കിലും കാരണം പറയാം, അങ്ങോട്ട് നിൽക്കാനല്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പം പിന്നെ നല്ലയില്ലാന്ന് പറയില്ലേ. കണ്ടക്ടറുടെ സ്ഥിരം സ്വഭാവം ഇതാണെന്നും കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കണ്ണൂർ രൂപതയ്ക്കു കീഴിലെ കേരള കത്തോലിക് യൂത്ത് മൂവ്മെന്റിന്റെ മുൻകാല പ്രവർത്തക സംഗമത്തിന്റെ സമാപന സമ്മേളനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ അലക്സ് വടക്കുംതല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജയിലുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസമേകാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പിന്നീട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനും യുവജന പ്രസ്ഥാനങ്ങളിലെ നേതൃത്വങ്ങൾക്ക് കഴിയണമെന്ന് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല പറഞ്ഞു. കണ്ണൂർ രൂപതയിലെ മുൻകാല കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തക സംഗമത്തിന്റെ സമാപന സമ്മേളനം പിലാത്ര സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. സംഘാടക സമിതി ചെയർമാൻ റോയി നിക്സൺ അധ്യക്ഷനായി. പിലാത്ര സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ക്ലാരൻസ് പാലിയത്ത് പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്തു. വത്സ ജോർജ് അധ്യക്ഷയായി. രൂപത മുൻ ആനിമേറ്റർ സിസ്റ്റർ സ്വർഗ, ഡിക്സൺ തലശ്ശേരി, സന്തോഷ് കാവിൽ, ഷംജി മാട്ടൂൽ എന്നിവർ സംസാരിച്ചു. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മണ്ണും മനുഷ്യനും പരിപാടി ശ്രദ്ധേയമായി. മണ്ണും മനുഷ്യനും കർഷക കൂട്ടായ്മയും കാർഷിക പ്രദർശനവും മുൻ MLA CKP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് കർഷക സംഗമവും കാർഷിക പ്രദർശനവും സംഘടിപ്പിച്ചത്. മുൻ MLA CKP പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇന്നത്തെ മത്സരാധിഷ്ഠിതമായ സമൂഹത്തിൽ എങ്ങനെയാണ് പണമുണ്ടാക്കേണ്ടത് എന്ന് പറയുന്ന ഈ ചിന്താഗതിയുടെ ഭാഗമായി കാർഷിക മേഖലയിലും ഇന്ന് ഒരു വേർപെടുത്തം ഉണ്ടായിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി കഴിയും. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക ചടങ്ങിൽ അധ്യക്ഷയായി. സംഘാടക സമിതി ചെയർമാൻ CV ദാമോദരൻ 80 വയസ്സിന് മുകളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളായ കർഷകരെ ആദരിച്ചു. പടന്നക്കാട് കാർഷിക കോളേജ് പ്ലാൻ ബ്രീഡിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി വനജ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ കൺവീനർ NC മാധവി ടീച്ചർ, PTA പ്രസിഡന്റ് M രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
കാണും. ഓവണി, മരി, മന്ത്, ആവണപ്പലക, വെള്ളിക്കോല്, ചെല്ലപ്പെട്ടി, ഉരല്, ഉലക്ക, സേറ്, കാബേറ്റ്, കിണ്ണം, ഭരണി തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളാണ് കാർഷിക പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. കാർഷിക പ്രദർശനം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. CPIM മാടായി ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ബാസവ പുന്നയ്യ ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM മാടായി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി CPIM രൂപീകരണത്തിന്റെ 50-ാം വാർഷികവും ബാസവ പുന്നയ്യ ജന്മശതാബ്ദിയും ആചരിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി നിശ്ചയിക്കേണ്ടത് അത് ഇന്ത്യൻ സാഹചര്യത്തെ കുറിച്ച് പരിശോധിച്ച് ഇന്ത്യയെ നേതാക്കന്മാരാണ്. അല്ലാതെ ഇവിടെ നിന്ന് ഞാനല്ല എന്ന് പറഞ്ഞില്ലേ. ആ നിർദ്ദേശവും ആ ഉപദേശപ്രകാരവും ഇവിടത്തേക്ക് തിരിച്ചു വന്നു. 1951 പാർട്ടി പരിപാടി രൂപീകരിക്കുന്നതിന് ബന്ധപ്പെട്ട് നിർണായകമായിട്ട് പങ്കുവഹിച്ച നേതൃത്വം കൊടുക്കുന്ന സഖാവാണ് സഖാ ബസവപുന്നയ്യ. CV ദാമോദരൻ അധ്യക്ഷനായി. PP ദാമോദരൻ, M. ശ്രീധരൻ, VT അമ്പു എന്നിവർ സംസാരിച്ചു. 11, 12 തീയതികളിൽ കുഞ്ഞിമംഗലം മല്ല്യൂട്ട് നന്ദലാല ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. 12 വൈകിട്ട് തെക്കുംപാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പൊതുസമ്മേളനം നടക്കും. കണ്ണൂർ സംഘചേതനയുടെ നാടകം ശ്രീനാരായണ ഗുരു അരങ്ങിലെത്തും. പതാക, കൊടിമര, ദീപശിഖാ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് 5:30 ആണ്ടാങ്കോവലിൽ സംഗമിക്കും. കൊടിമര ജാഥ ശ്രീസ്തയിലെ PV അപ്പക്കുട്ടി സ്മൃതി മണ്ഡപത്തിൽ നിന്നും, പതാക ജാഥ കുളപ്പുറം പയ്യരട്ട രാമൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും, ദീപശിഖ കുഞ്ഞിമംഗലം ചിരുകണ്ഠൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും വൈകിട്ട് 4 പുറപ്പെടും. പഴയങ്ങാടിയിൽ വഴിയോര കച്ചവടക്കാർ തമ്മിൽ സംഘർഷം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് വഴിയോര കച്ചവടക്കാർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് മുഴുവൻ വഴിയോര കച്ചവടവും നീക്കം ചെയ്തു. റോഡരികിൽ വഴിയോര കച്ചവടം നടത്തിയിരുന്ന കച്ചവടക്കാരാണ് ചേരിതിരിഞ്ഞ് പഴയങ്ങാടിയിൽ ഏറ്റുമുട്ടിയത്. പഴവർഗ്ഗങ്ങൾ വിൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിലയിലുണ്ടായിരുന്ന മത്സരമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പഴയങ്ങാടി റോഡരികിൽ കച്ചവട കേന്ദ്രങ്ങൾക്ക് മുന്നിലായി വഴിയോര കച്ചവടം നടത്തുന്നതിനായി ചില കച്ചവടക്കാർ ദിവസവാടക ഈടാക്കി പീടികയ്ക്ക് മുന്നിലുള്ള സ്ഥലം മറിച്ചു നൽകുന്നത് പതിവാണ്. ഇത്തരത്തിൽ ഒരു ദിവസം 800 രൂപ വരെ ദിവസവാടക വാങ്ങിക്കുന്ന കേന്ദ്രങ്ങൾ വരെ ഇവിടെ സജീവമാണ്. ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്നത് പഴയങ്ങാടിയിൽ ഗതാഗതക്കുരുക്കിനും കാൽനട യാത്രക്കാർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരുന്നത്. സംഘർഷത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പഴയങ്ങാടി ഗ്രേഡ് SI P. ശശികുമാറിന്റെയും E. നാരായണന്റെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. റോഡരികിലുള്ള മുഴുവൻ വഴിയോര കച്ചവട കേന്ദ്രങ്ങളും എടുത്തുമാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സംസ്ഥാന ചെസ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട കാനായി നോർത്ത് UP സ്കൂളിലെ CC അഷിതയ്ക്കും വിവിധ മേഖലകളിലെ മികച്ച പ്രതിഭകൾക്കുള്ള അനുമോദനം സ്കൂൾ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ പട്ടം നേടി നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഷിത CCയെയും വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും സ്കൂളിൽ ചേർന്ന പരിപാടിയിൽ അനുമോദിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. M. വാസന്തി അധ്യക്ഷയായി. ഹെഡ്മാസ്റ്റർ C. മധുസൂദനൻ, കൃഷ്ണൻ കൈപ്പുറത്ത്, MD രാജേന്ദ്രൻ, M. ശാരദ, AB സുഷമ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ ചെസ് കുട്ടികളിൽ എന്ന വിഷയത്തിൽ BB ബൽറാം ക്ലാസ് എടുത്തു. ലോക വികലാംഗ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കലാമേളയിൽ കാരുണ്യനികേതൻ ബദിര വിദ്യാലയത്തിന് ഓവറോൾ കിരീടം. ജേതാക്കൾക്ക് പിലാത്തറ പൗരാവലി നഗരത്തിൽ സ്വീകരണം നൽകി. ലോക വികലാംഗ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കലാമേളയിൽ ഓവറോൾ നേടിയത് കാരുണ്യ നികേതൻ ബദിര വിദ്യാലയമാണ്. കലാമേള വിജയികൾക്കായാണ് പിലാത്രയിൽ പൗരാവലി സ്വീകരണം നൽകിയത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സാധാരണ വിജയി മാത്രം ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ വിഭിന്ന ശേഷിയുള്ളവർക്കൊന്നും അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവര് ഈ മറ്റ് പൊതുസമൂഹത്തോടൊപ്പം തന്നെ നിൽക്കാൻ SAP അബ്ദുൽ സലാം അധ്യക്ഷനായി. വാർഡ് മെമ്പർ രാജേഷ് അനുമോദന പ്രഭാഷണം നടത്തി. ഫാദർ ജേക്കബ് ജോസ്, O. അബ്ദുൾ റഹ്മാൻ, VP സുനീറ, CK മുൻവർ എന്നിവർ സംസാരിച്ചു. പിലാത്ര ടൗൺ കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും നടന്നു. ഉദിനൂരിൽ ഗ്രാമീണ കൂട്ടായ്മയിൽ നടന്ന പച്ചക്കറി വിത്തിറക്കൽ പരിപാടി പടന്ന കാർഷിക കോളേജ് ഫാം മാനേജർ PV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ശ്രീ തടിയൻകോവൽ മുണ്ടിയ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലവറ നിറയ്ക്കാനുള്ള ജൈവ പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടാണ് ഉത്സവാഘോഷ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സംഘാടകരും സ്ത്രീകളുമടക്കം 100-ലധികം പേർ പച്ചക്കറി വിത്തിറക്കൽ പരിപാടിയിൽ പങ്കെടുത്തു. ഉദ്ഘാടന പ്രസംഗത്തോടൊപ്പം വേണ്ട നിർദ്ദേശങ്ങളും ഫാം മാനേജർ സുരേന്ദ്രൻ നൽകി. ഇന്ന് കേരള സംസ്ഥാന സർക്കാർ 2016 കൂടിയിട്ട് ജൈവ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം കൂടി ആയിട്ടാണ് പ്രത്യേകിച്ച് ഈ തടിയൻകോവിൽ പ്രദേശങ്ങൾ കൈരളി ഗ്രന്ഥാലയവും അതുപോലെ തന്നെ മനീഷ തിയേറ്റേഴ്സും ഒക്കെ ആയിട്ട് കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട്. പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമതി മാടക്കാൽ അധ്യക്ഷത വഹിച്ചു. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് കെ സതീശൻ, സംഘാടക സമിതി കൺവീനർ ടി രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിത്തിറക്കൽ ഉത്സവമാക്കിയ സംഘാടകർ വിളവെടുപ്പ് മഹോത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തലയന്നേരി പൂമാലക്കാവിൽ വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷൻ ആചാരപ്പെട്ടു. ചെറുവത്തൂർ സ്വദേശി കുണ്ടുവളപ്പിൽ ശശിധരനാണ് വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷനായി ആചാരപ്പെട്ടത്. 30 വർഷങ്ങൾക്കിപ്പുറമാണ് പൂമാലക്കാവിൽ വിഷ്ണുമൂർത്തിക്ക് പ്രതിപുരുഷനുണ്ടാകുന്നത്. ചരിത്രപ്രസിദ്ധമായ അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭഗവതിക്കാവിൽ 3 പതിറ്റാണ്ടിനു ശേഷം വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷൻ ആചാരപ്പെട്ടു. ഓരിക്കടപ്പുറം കുണ്ടുവളപ്പിൽ തറവാട്ടംഗമായ ശശിധരനാണ് വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷനാകാൻ നിയോഗം സിദ്ധിച്ചത്. പാട്ടുത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പെരിങ്കോട്ട് നടക്കുന്ന മുഹൂർത്തത്തിലാണ് ശശിധരൻ ദർശനമിളകി ചെറുവത്തൂരിൽ നിന്നും കാൽനടയായി ഓടി ക്ഷേത്രനടയിലെത്തിയത്. ഓടിയെത്തിയ ശശിധരൻ വിഷ്ണുമൂർത്തി സ്ഥാനത്തിനു മുന്നിൽ എത്തിയ ശേഷമാണത്രേ നിന്നത്. സംഭവത്തെ തുടർന്ന് രാവിലെ തന്നെ പ്രശ്നചിന്ത നടത്തിയതിൽ നിന്നാണ് ശശിധരന് വിഷ്ണുമൂർത്തിയുടെ പ്രതിപുരുഷനാകാൻ നിയോഗം സിദ്ധിച്ചതായി തെളിഞ്ഞത്. തുടർന്നാണ് ആചാരപ്പെടൽ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രമന്തിത്തിരിയൻ ശശിധരനെ 3 വെളിച്ചപ്പാടായി പേര് ചൊല്ലി വിളിച്ചു. തുടർന്ന് ക്ഷേത്രം കോയ്മ വേലിക്കകത്ത് നമ്പിയുടെ തറവാട്ടിലെത്തി മുതിർന്ന അംഗം പേരുചൊല്ലി തലയിൽ അരിയിട്ട് വാഴ്ച ചെയ്ത് ആചാരപ്പെടുത്തിയതോടെ 3 പതിറ്റാണ്ടിനുപുറം പൂമാലക്കാവിൽ വിഷ്ണുമൂർത്തിക്കും പ്രതിപുരുഷനായി. ആചാരപ്പെടൽ ചടങ്ങ് വീക്ഷിക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. കാവുംചാൽ അമലോത്ഭവ മാതാ തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി തിരുസ്വരൂപ പ്രദക്ഷിണം സംഘടിപ്പിച്ചു. സെന്റ് പീറ്റേഴ്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ആന്റണി ഫ്രാൻസിസ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ രൂപതയ്ക്ക് കീഴിലുള്ള കാവുംചാൽ അമലോത്ഭവ അമ്മയുടെ തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായാണ് തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം നടന്നത്. 100 കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തിരുനാളിന്റെ ഭാഗമായുള്ള വചനപ്രഘോഷണത്തിന് ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് കാരക്കുണ്ട് വികാരി റവറന്റ് ഫാദർ മോക്സി ഈരത്തറ നേതൃത്വം നൽകി. പ്രമുഖ തെയ്യം കലാകാരൻ കുഞ്ഞാര പെരുവണ്ണാനെ ഇത് അംഗീകാരങ്ങളുടെ കാലം. തെയ്യം കലയ്ക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച ഈ കലാകാരനെ ഫോക്ലോർ അക്കാദമി ഈ വർഷം പുരസ്കാരം നൽകി ആദരിച്ചു. ഇത് കുണ്ടോറ കുഞ്ഞാരൻ പെരുവണ്ണാൻ ജീവനും ജീവിതവും ഉപാസനാമൂർത്തികൾക്കായി മാറ്റിവെച്ചു എന്നത് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ കലാകാരൻ. ഇന്ന് നിശ്ചലമായ ഈ കാലുകൾ ഒരു കാലത്ത് കാവുകളിലും തറവാട്ടുമുറ്റങ്ങളിലും ചെണ്ടയുടെ ദ്രുതതാളത്തിനനുസരിച്ച് കാലാംഗം വെച്ചവയാണ്. വിവിധങ്ങളായ ഭഗവതി തെയ്യക്കോലങ്ങൾ, കണ്ടനാർക്കേടൻ, ഊർപ്പഴശ്ശി, വേട്ടയ്ക്കൊരു മകൻ തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ ഇദ്ദേഹം കെട്ടിയാടിയിട്ടുണ്ട്. തെയ്യം കെട്ടലിനിടെ കാൽ വെന്തുപോയ ശേഷമാണ് അരങ്ങിൽ നിന്ന് അണിയറയിലേക്ക് ഈ കലാകാരൻ പിൻവാങ്ങിയത്. തൻ്റെ ദുരനുഭവം ഇദ്ദേഹം ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. 40 കൊല്ലം മുമ്പേ അങ്ങനെ സംഭവിച്ചു. അത് പഴുപ്പ് കയറിപ്പോയി. അവസാനം 2008 മാർച്ചിൽ കാല് കെട്ടിയേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ 6-7 കൊല്ലം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഓർക്കുളമാക്കാൻ വേണ്ടിയും അതുപോലെ മുമ്പേ മാളം ദുബായ് അങ്ങനെ ചില ആൾക്കാരെല്ലാം ഇങ്ങനെ ചില അവാർഡ് തന്നു. ഇപ്പോൾ ഓർക്കുള അക്കാദമിയുടെ അവാർഡ് ഉണ്ടെന്ന് പത്രത്തിൽ അറിഞ്ഞു. അത് അതിൽ ഏറ്റവും നന്ദി അറിയിക്കും. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നീലേശ്വരം അങ്കക്കളരിയിൽ തീച്ചാമുണ്ടി അഥവാ ഒറ്റക്കോലം കെട്ടാനുള്ള അവകാശം വണ്ണാൻ സമുദായക്കാർക്കാണ്. അങ്ങനെയാണ് കുഞ്ഞാരപ്പെരുവണ്ണൻ തീച്ചാമുണ്ടിക്കോലം അണിയുന്നത്. അഗ്നിപ്രവേശനത്തിനിടെ കാൽ വെന്തുപോവുകയും തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കാൽ മുറിച്ചു മാറ്റുകയുമായിരുന്നു. അപകടത്തിന് ശേഷവും കലാരംഗത്തു നിന്നും പിൻവാങ്ങാതെ തോറ്റംപാട്ടിലൂടെയും തെയ്യച്ചമയത്തിനും നേതൃത്വം നൽകിയും യുവതലമുറയ്ക്ക് നിർദ്ദേശങ്ങളുമായും കുഞ്ഞാരപ്പെരുവണ്ണൻ അണിയറയിൽ സജീവമായിരുന്നു. കലയ്ക്കായി ജീവിതം മാറ്റിവെച്ച കുഞ്ഞാരപ്പെരുവണ്ണനെ ഇതിനു മുൻപും നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. അവാർഡിൻ്റെ തിളക്കത്തിൽ അഭിരമിക്കാതെ ശിഷ്ടകാലവും കലയ്ക്കായി മാറ്റിവെക്കണം എന്നു തന്നെയാണ് തൻ്റെ ആഗ്രഹമെന്നും ഈ കലാകാരൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാലിന്യമുക്ത കേരളം, ആരോഗ്യ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം MV രാജീവൻ ഉദ്ഘാടനം ചെയ്തു.
അപ്പൊ തൊട്ടപ്പുറമുള്ള ആൾ വിചാരിച്ച് ഇവര് ഉച്ചക്കേക്കുള്ള ഭക്ഷണം കൂടി എടുത്ത് ഇത് മോശമില്ല, സ്വയം തയ്യാറാക്കിയുള്ള ഭക്ഷണം കൂടി കഴിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഏറ്റവും മുൻപന്തിയിൽ പരിഗണിക്കേണ്ടുന്ന ഒന്നാണ് സാമൂഹ്യ ശുചിത്വം. ഇത് സംബന്ധിച്ച അവബോധം ശക്തിപ്പെടുത്താനും ഇതിലൂടെ സ്വന്തം വീടും പരിസരവും നാടും നഗരവും പൊതുസ്ഥാപനങ്ങളും ശുചിത്വമാക്കുക എന്ന ആശയം വളർത്തിയെടുത്ത് സംഘടനയ്ക്ക് കീഴിലെ 368 യൂണിറ്റുകൾക്ക് കീഴിലായുള്ള 3 ലക്ഷത്തോളം മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഡിസംബർ 13 മുതൽ ആരംഭിക്കുന്ന ശുചിത്വ പ്രവർത്തനത്തിന്റെ മുന്നോടിയായാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. AKTA ജില്ലാ പ്രസിഡന്റ് KV ബാലൻ അധ്യക്ഷനായിരുന്നു. E ജനാർദ്ദനൻ, C രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കിണർമുക്ക് യൂണിറ്റ് വോളി നൈറ്റ് സംഘടിപ്പിച്ചു. വോളി നൈറ്റ് CPM ജില്ലാ കമ്മിറ്റി അംഗം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. NASC പൊതാവൂർ വിജയികളായി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പുത്തൂർ ശ്രീ മീത്തലെ ദൈവം ദേവസ്ഥാനം നവീകരണ ഫണ്ട് ശേഖരണോദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് കൊയ്യം ജനാർദ്ദനൻ നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പുത്തൂർ ശ്രീ മീത്തലെ ദൈവം ദേവസ്ഥാനം നവീകരണത്തിനായുള്ള ഫണ്ട് ശേഖരണ ഉദ്ഘാടനമാണ് മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് കൊയ്യം ജനാർദ്ദനൻ നിർവഹിച്ചത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് ശേഖരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനമാണ് ശ്രീ മീത്തലെ ദേവസ്ഥാനത്ത് നടന്നത്. നവീകരണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം കാസർഗോഡ് ഏരിയ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, കരിവള്ളൂർ പെരളങ് പഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി, വാർഡ് മെമ്പർ V പത്മനാഭൻ, വിവിധ ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ച് P ശശിധരൻ, കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരി, P വിജയൻ, കൊറ്റ്യൻ കരുണാകരൻ, P നാരായണൻ, TP വത്സലൻ, നവീകരണ കമ്മിറ്റി ജനറൽ കൺവീനർ P പ്രദീപ് കുമാർ, വൈസ് ചെയർമാൻ കീനേരി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മൃഗസ്നേഹിയായ കരിവള്ളൂർ ഓണക്കുന്ന് ചേലേരി മഠത്തിലെ ശ്രീലതയെയും അവരുടെ വളർത്തുനായ്ക്കളെയും ഡൽഹിയിൽ നിന്നെത്തിയ സാമൂഹ്യ പ്രവർത്തകയും വിദ്യാർത്ഥിനിയുമായ ആരുഷി സന്ദർശിച്ചു. ഡൽഹിയിൽ നിന്നും കേരളത്തിലെ സ്വയം പ്രാപ്തിയുള്ള വനിതകളെ സന്ദർശിച്ച് പഠനം നടത്താനെത്തിയതാണ് ആരുഷി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സോഷ്യോളജിയിൽ PhD ചെയ്യുന്ന ആരുഷി ഡൽഹിയിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. കേരളത്തിലെ നായ പരിശീലകരിൽ ഒരാളായ ശ്രീലതയെയും അവർ വളർത്തുന്ന നായ്ക്കളെയും കേട്ടറിഞ്ഞാണ് കഴിഞ്ഞ ദിവസം കരിവള്ളൂരിലെത്തിയത്. സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്രീലത ചെയ്യുന്നതെന്ന് ആരുഷി പറയുന്നു. ഡൽഹിയിലെത്തി ശ്രീലതയെ മേനക ഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവരുടെ ആനിമൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ അംഗമാകാൻ സൗകര്യമൊരുക്കി കൊടുക്കുമെന്നും ആരുഷി കൂട്ടിച്ചേർത്തു. നന്മ ക്രിയേഷൻസിന്റെ ബാനറിൽ തിരിച്ചെഴുത്ത് ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം കൗവായിൽ ആരംഭിച്ചു. സാമൂഹ്യ പ്രവർത്തകനായ PV ദാസൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. LK നാസർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും ബഷീർ കൗവായിയാണ്. ഇനി അറിയിപ്പുകൾ. അതിയടം ശ്രീ പുതിയകാവ് ക്ഷേത്രം തിരുമുറ്റ സമർപ്പണം ഡിസംബർ 10 ബുധനാഴ്ചയും കളിയാട്ട മഹോത്സവം ഡിസംബർ 11, 12, 13 തീയതികളിലും നടക്കും. നോർത്ത് കേരള ദലിത് ക്രിസ്ത്യൻ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഡിസംബർ 10 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് പഴയങ്ങാടിയിൽ നടക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആദിവാസി നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഡിസംബർ 10 ബുധനാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിൽപ്പ് സമരവും 6 മണിക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടക്കും. പുറച്ചേരി ശ്രീ ബാലഗോകർണം ശിവക്ഷേത്രം സാർവജനിക ശനീശ്വര പൂജ ഡിസംബർ 13 ശനിയാഴ്ച നടക്കും. ഏരിയം വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ ഡിസംബർ 12 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഏരിയം സെവൻസ് ക്ലബിന് സമീപം സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. CPM തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന് കൂറ്റൻ ബഹുജന പ്രകടനത്തോടെ മാവേലിക്കടപ്പുറത്ത് സമാപനം. സമാപന സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് കരിവള്ളൂർ കൊഴുമലിൽ സമുജ്വല തുടക്കം. അക്രമരാഷ്ട്രീയത്തിനെതിരെ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ ഏകദിന ഉപവാസം. ഉപവാസ സമാപനം DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം സ്വദേശിയായ യുവാവ് മാട്ടൂലിൽ കടലിൽപ്പെട്ടതായി അഭ്യൂഹം. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്കൂൾ കുട്ടികൾക്ക് നേരെ ബസ് ജീവനക്കാരുടെ ഉപദ്രവം, പലപ്പോഴും അതിരുവിടുന്നതായി ആക്ഷേപം.
കുഞ്ഞിമംഗലം ഗോപാൽ യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മണ്ണും മനുഷ്യനും പരിപാടി ശ്രദ്ധേയമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.